എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 48-ാമത്തെ സർഗത്തിൽ 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ, ഗൗതമൻ്റെ അഭാവത്തിൽ ഇന്ദ്രദേവൻ അഹല്യയെ കാണാനായിട്ടും അഹല്യയുമായിട്ട് സംഗമിക്കാനായിട്ടും ആശ്രമത്തിലേക്ക് വന്നു എന്നാണ്. മുനിവേഷമൊക്കെ ധരിച്ചിട്ടാണ് ഇന്ദ്രൻ വന്നതെങ്കിലും അഹല്യയ്ക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. നമുക്ക് തുടരാം. 20-ാമത്തെ ശ്ലോകം നോക്കാം. അഥാബ്രവീത് സുരശ്രേഷ്ഠം കൃതാർത്ഥേനാന്തരാത്മനാ കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ ഗച്ഛ ശീഘ്രമിതഃ പ്രഭോ. അങ്ങനെ ദേവേന്ദ്രനാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അഹല്യ പറയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അന്വയം ഇങ്ങനെയാണ് പറയണത്. കൃതാർത്ഥേന അന്തരാത്മന അഥ സുരശ്രേഷ്ഠം അബ്രവീത്. ആരാണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നിന്ന്, അല്ലെ മുമ്പത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഹല്യയാണ് പറയണത്. കൃതാർത്ഥേന അന്തരാത്മന, ഉള്ളു നിറഞ്ഞവളായ, തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു വരുന്നവര്, അത് നിസ്സാരക്കാരൊന്നുമല്ല, ദേവേന്ദ്രൻ വരെയൊക്കെയാണ് വന്ന് കാമമർദ്ധിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് തന്നെ നിറഞ്ഞു കവിഞ്ഞു. അതാണ് കൃതാർത്ഥേന അന്തരാത്മന, ഉള്ളു നിറഞ്ഞവളായിട്ടുള്ള ആ അഹല്യ സുരശ്രേഷ്ഠം അഥ അബ്രവീത്, ആ സുരശ്രേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലയോ സുരശ്രേഷ്ഠ പ്രഭോ, കൃതാർത്ഥ അസ്മി, എനിക്ക് വളരെയധികം സന്തോഷമായി. എന്നോട് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയില്ലോ, അതിലെനിക്ക് സന്തോഷമായി. അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ സ്ഥാനമുണ്ട്, ഇന്ദ്രനൊക്കെ ഇപ്പോഴും അഹല്യയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷമാണ് അറിയിച്ചത്. അഹം കൃതാർത്ഥ, ഞാൻ കൃതകൃത്യയാണ്, കൃതാർത്ഥയാണ്, മനസ്സ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ശീഘ്രം ഇതഃ ഗച്ഛ, വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല, സമാഗമത്തിനൊന്നും നേരമില്ല. ഇവിടെ അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായിട്ടുള്ള ഗൗതമ മഹർഷി വരും. അതുകൊണ്ട് വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോളൂ എന്നാണ് പറയണത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, 21-ാമത്തെ ശ്ലോകം നോക്കാം. ആത്മാനം മാം ച ദേവേശ സർവഥാ രക്ഷ ഗൗതമാത് ഇന്ദ്രസ്തു പ്രഹസൻ വാക്യമഹല്യാമിതമബ്രവീത്. അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു, ആത്മാനം മാം ച, അല്ലയോ ദേവേശ, അല്ലയോ ഇന്ദ്ര, ആത്മാനം തന്നെ തന്നെയും പിന്നെ എന്നെയും. ഇവിടെ അധികം നേരം നിന്നാൽ നമ്മൾ രണ്ടുപേരും കുറ്റക്കാരാവും. വെറുതെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ കുറ്റക്കാരാണ്, പിന്നെയാണോ സംഗമം? അതുകൊണ്ട് അവരവരെയും എന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവഥാ ഗൗതമാത് രക്ഷ, എല്ലാ പ്രകാരത്തിലും ഗൗതമനിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണ്ടേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാൽ ഗൗതമ മുനി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ശാപം കിട്ടും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് കേട്ടിട്ട് ഇന്ദ്രൻ എന്താ ചെയ്തത്? പ്രഹസൻ, ഇന്ദ്രസ്തു പ്രഹസൻ. ഈ വാക്യങ്ങൾ കേട്ടിട്ട് ഇന്ദ്രന് ചിരിയാണ് വന്നത്. അതാണ് അഹല്യാം, ചിരി വന്നിട്ട് അഹല്യയോട് ഇപ്രകാരം പറയാണ്, അഹല്യാം ഇതം വാക്യം അബ്രവീത്. ഇത്ര ബാലിശമായിട്ടുള്ള ഒരു വാക്ക് അഹല്യ പറയണത് കേട്ടിട്ട് ഇന്ദ്രന് തമാശയാണ് തോന്നിയത്. അയ്യോ, ഇപ്പോൾ വരും, വന്നിട്ട് ശപിക്കുമെന്നൊക്കെ പറയണത്, ആരെയാണ് ആ മഹാമുനി ശപിക്കാനൊക്കെ ആയിട്ട് പോണത് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട്, ഒന്ന് തമാശയാക്കി ചിരിച്ചുകൊണ്ട് ആ ഇന്ദ്രദേവൻ അഹല്യയോട് ഇപ്രകാരം പറയാണ്, അഹല്യാം ഇതം വാക്യം അബ്രവീത്. അഹല്യയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ശുശ്രോണി പരിതുഷ്ടോസ്മി ഗമിഷ്യാമി യഥാഗതം ഏവം സംഗമ്യതു തദാ നിശ്ചക്രാമോടജാത്തത. സുശ്രോണി, ശ്രോണി എന്ന് പറഞ്ഞാലും അരക്കെട്ട് തന്നെയാണ്. അപ്പോൾ രതിക്രീഡ ഇച്ഛിച്ചു വരുന്നവനാണ്, ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ നല്ലവണ്ണം നോക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് വാൽമീകി മഹർഷി കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള സംബോധനകൾ, ഇന്ദ്രൻ പറയുന്ന സംബോധനകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഇന്നലെയാണ് പറഞ്ഞത് സുമധ്യമേ സുസമാഹിതേ എന്നുള്ളതൊക്കെ രൂപം വെച്ചുകൊണ്ടുള്ള സംബോധനകളായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയണത്. സുശ്രോണി, നല്ല അരക്കെട്ടോട് കൂടിയവളെ, അഹം പരിതുഷ്ട അസ്മി, എനിക്ക് സന്തോഷമായി, നീ എന്നെ അംഗീകരിച്ചുല്ലോ.
ആ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അഹം പരിതുഷ്ട അസ്മി യഥാഗതം ഗമിഷ്യാമി, ഞാൻ പൊക്കോളാം. നീ പറഞ്ഞുല്ലോ എന്നോട് പൊക്കോളാൻ, സ്വയം രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുല്ലോ, ഞാൻ പൊക്കോളാം. പക്ഷെ എപ്പോഴേ പോവുള്ളൂ? നീയുമായിട്ട് സംഗമം ഉണ്ടായതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അതാണ് യഥാഗതം ഗമിഷ്യാമി എന്ന് പറഞ്ഞത്. വന്നിടത്തേക്ക് തന്നെ ഞാൻ പൊക്കോളാം, പക്ഷേ സമാഗമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാൽമീകി മഹർഷി വർണ്ണിക്കുകയാണ്. ഏവം സംഗമ്യ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ അഹല്യയുമായിട്ട് സമാഗമിച്ചിട്ട് തഥാ ഉടജാത് നിശ്ചക്രാമ, തഥാ നിശ്ചക്രാമ, അതിനുശേഷം ഉടജത്തിൽ നിന്ന് ഇന്ദ്രദേവൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ രതിക്രീഡകൾ ഉണ്ടായതിന് ശേഷമാണ് ഇന്ദ്രൻ പുറത്തേക്ക് പോയത്. അപ്പോൾ എന്താ ഉണ്ടായത്? 23-ാമത്തെ ശ്ലോകം നോക്കാം. സസംഭ്രമാത് ത്വരൻ രാമ ശങ്കിതോ ഗൗതമം പ്രതി ഗൗതമം സന്ദദർശാഥ പ്രവിശന്തം മഹാമുനിം. സഹ, ആ ഇന്ദ്രൻ സംഭ്രമാദത്വരൻ, അല്ലയോ ശ്രീരാമ, സംഭ്രമത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പോവാൻ, തിടുക്കത്തിൽ പോവാൻ വേണ്ടി പുറപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഗൗതമം പ്രതി ശങ്കിത സഹ, ഗൗതമനെ പേടിച്ചിട്ട്, ഗൗതമനെങ്ങാൻ വന്ന് ഇതൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും ശാപം കിട്ടുമെന്ന് പേടിച്ചിട്ട് ഗൗതമൻ വരുന്നതിന് മുമ്പ് വേഗം പോവാമെന്ന് വിചാരിച്ച ആ ദേവേന്ദ്രൻ പെട്ടെന്ന് പോകാനൊരുങ്ങിയപ്പോൾ അതാ തൊട്ടു മുമ്പിൽ ആരാണ്? ഗൗതമം സന്തദർശാഥ പ്രവിശന്തം മഹാമുനിം, പുറത്തേക്ക് പോയി മടങ്ങി ആശ്രമത്തിലേക്ക് വരുന്നവനായ, അതാണ് പ്രവിശന്തം മഹാമുനിം ഗൗതമം അഥ സന്തദർശ, തിരിച്ച് ഉടജത്തിലേക്ക് വരുന്നവനായിട്ടുള്ള മഹാമുനിയായിട്ടുള്ള ഗൗതമനെ കണ്ടു. ആരെ പേടിച്ചിട്ടാണോ വേഗം പോകണമെന്ന് വിചാരിച്ചത്, ആ ആളെ തന്നെ തൊട്ടു മുമ്പിൽ കാണുകയാണ്. അതാണ് സന്തദർശ, മുമ്പിൽ തന്നെ നല്ലവണ്ണം അടുത്ത് വെച്ച് തന്നെ കണ്ടു. എന്നിട്ടോ 24-ാമത്തെ ശ്ലോകം നോക്കാം. ദേവദാനവദുർധർഷം തപോബലസമന്വിതം തീർത്ഥോദക പരിക്ലിന്നം ദീപ്യമാനമിവാനലം. 25-ാമത്തെയും കൂടി ചേർക്കാം. ഗൃഹീത സമിധം തത്ര സകുശം മുനിപുംഗവം ദൃഷ്ട്വാ സുരപതിസ്ത്രസ്തോ വിഷണ്ണവദനോഭവത്. ഈ ഗൗതമനെ പറ്റിയിട്ട് പറയാണ്. ദേവദാനവ ദുർധർഷം തപോബല സമന്വിതം തീർത്ഥോദക പരിക്ലിന്നം അനലമിവ ദീപ്യമാനം ഗൃഹീത സമിധം സകുശം മുനിപുംഗവം ദൃഷ്ട്വാ. ഇത്രയും വാക്കുകൾ ഗൗതമനെ തന്നെ വർണ്ണിക്കാൻ ഉപയോഗിച്ചതാണ്. ദേവ ദാനവ ദുർധർഷം, ദേവന്മാരെ കൊണ്ടും ദാനവന്മാരെ കൊണ്ടും പോലും തോൽപ്പിക്കാൻ പറ്റാത്തവനായ, ദേവന്മാർക്ക് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അസുരന്മാർക്ക് തോൽപ്പിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ രണ്ടു കൂട്ടരും ഈ ഗൗതമ മഹർഷിയുടെ മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ. അങ്ങനെ ദേവന്മാരെ കൊണ്ടും ദാനവന്മാരെ കൊണ്ടും ആക്രമിക്കാൻ പറ്റാത്തവനും തപോബലത്തോടു കൂടിയവനും, നിസ്സാര തപോബലമൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളാണ് ആശ്രമത്തിലിരുന്ന് തപസ് ചെയ്തത്. അതുകൊണ്ട് പറയാണ് തപോബലത്തോടു കൂടിയവനും, കയ്യിൽ തീർത്ഥോദകം പിടിച്ചു വരുന്നവനാണ്. കയ്യിൽ ആ വെള്ളം എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ നനവുണ്ട്. ഈ വരിയൊക്കെ വായിച്ചിട്ടാവാം നദിയിൽ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട്, കുളി കഴിഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ കുളിക്കാൻ പോയിട്ട് നദി ഉണർന്നില്ല എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നത്. തീർത്ഥോദകം തൻ്റെ കയ്യിലുള്ളതായ കമണ്ടലുവിൽ എടുത്തുകൊണ്ട് വരുന്നവനും, അനലമിവ ദീപ്യമാനം, അഗ്നി പോലെ തെളിഞ്ഞു ശോഭിക്കുന്നവനും, മാത്രമല്ല ഗൃഹീത സമിധം, സമിത്ത് എന്ന് പറഞ്ഞാൽ ചമതയാണ്. ചമതകൾ കാട്ടിൽ നിന്ന് പെറുക്കിയതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുശപ്പുല്ല് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നവനായിട്ടുള്ള ആ മുനിപുംഗവനെ കണ്ടിട്ട് ദൃഷ്ട്വാ സുരപതി, സുരപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ത്രസ്ത വിഷണ്ണവദന അഭവത്, ത്രസ്തനായി തീർന്നു, പേടിച്ച് വിറച്ചു. അതുപോലെ തന്നെ വിഷണ്ണവദനായി, വിഷണ്ണവദനൻ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷീണങ്ങളും വന്നു ചേർന്നു, മുഖം വല്ലാതെ വാടിപ്പോയി. ആരെ ഒരാളെ കാണാതെ രക്ഷപ്പെടണമെന്നാണോ വിചാരിച്ചത്, ആ ആൾ തന്നെ മുമ്പിൽ വന്ന് ഭവിച്ചപ്പോൾ അതോടുകൂടി ഉണ്ടായിരുന്നതായ എല്ലാ ധൈര്യങ്ങളും ചോർന്നുപോയി. അതാണ് ഇവിടെ ത്രസ്തനായി, വിറച്ചു എന്നും അതുപോലെ വിഷണ്ണവദനായി എന്നുമൊക്കെ പറഞ്ഞത്. അങ്ങനെ ഇന്ദ്രൻ തൊട്ടു മുമ്പിൽ വെച്ച് ഗൗതമ മഹർഷിയെ കണ്ടു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം.
അഥാബ്രവീത് സുരശ്രേഷ്ഠം കൃതാർത്ഥേനാന്തരാത്മനാ കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ ഗച്ഛ ശീഘ്രമിതഃ പ്രഭോ ആത്മാനം മാം ച ദേവേശ സർവധാ രക്ഷ ഗൗതമാത് ഇന്ദ്രസ്തു പ്രഹസൻ വാക്യമഹല്യാമിതമബ്രവീത് ശുശ്രോണി പരിതുഷ്ടോസ്മി ഗമിഷ്യാമി യഥാഗതം ഏവം സംഗമ്യ തു തദാ നിശ്ചക്രാമോടജാത്തത സസംഭ്രമാത്വരൻ രാമ ശങ്കിതോ ഗൗതമം പ്രതി ഗൗതമം സന്തദർശാഥ പ്രവിശന്തം മഹാമുനിം ദേവദാനവദുർധർഷം തപോബലസമന്വിതം തീർത്ഥോദകപരിക്ലിന്നം ദീപ്യമാനമിവാനലം ഗൃഹീതസമിധം തത്ര സകുശം മുനിപുംഗവം ദൃഷ്ട്വാ സുരപതിസ്ത്രസ്തോ വിഷണ്ണവദനോഭവത്. അങ്ങനെ ബാക്കി വരുന്ന കഥ, ഇന്ദ്രനെ ശപിക്കൽ, അഹല്യയെ ശപിക്കലൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.